അത് മദ്രസ ആയിക്കോട്ടെ, സൺഡേ സ്കൂൾ എവിടെയുമായിട്ട്, ക്രിസ്ത്യാനിയോ മുസ്ലിമോ ഹിന്ദു എവിടെയും ആയിക്കോട്ടെ, നിങ്ങൾ ആദ്യം ഇത് ഐഡന്റിഫൈ ചെയ്യുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളിലുള്ളൊരു ചെറിയ മാറ്റം പോലും ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങൾ ഏറ്റവും നല്ലൊരു മാതാപിതാക്കൾ, അല്ലെങ്കിൽ ആ ഒരു ഭാഗത്താണ് നിങ്ങൾ ഏറ്റവും നല്ല മാതാപിതാക്കളാവുന്നത്. അല്ലാതെ കുട്ടികളെ ചെറുപ്പകാലം മുതൽ വളർത്തി അവർക്ക് വേണ്ടുന്ന എല്ലാം മേടിച്ചു കൊടുത്ത് അവരുടെ വിവാഹം നല്ല രീതിയിൽ നടത്തി അവർക്ക് സ്ത്രീധനവും കൊടുത്ത് അവർ ആഗ്രഹിക്കുന്ന എല്ലാം മേടിച്ചു കൊടുക്കുന്നതിലല്ല മാതാപിതാക്കളുടെ ഒരു ദൗത്യം അല്ലെങ്കിൽ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. ആ കുട്ടികളിലുണ്ടാകുന്ന ഒരു ചെറിയ മാറ്റം പോലും ചിന്തിക്കാൻ അല്ല മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ഈ ഒരു കുഞ്ഞെന്ന് പറയുന്ന അനന്തു എന്ന് പറയുന്ന ഒരു പയ്യൻ 4 വയസ്സ് മുതൽ ഈ ഒരു അബ്യൂസിന് ഇരയാക്കപ്പെട്ടിട്ടും ഇത്രയും നാളായിട്ടും അവരുടെ മാതാപിതാക്കൾക്കോ അവരുടെ കുടുംബത്തിലുള്ള ആർക്കും അത് മനസ്സിലായില്ല എന്നുള്ളൊരു വലിയ വിഷമകരമായിട്ടൊരു കാര്യം തന്നെയാണ്. അവനത് തുറന്നു പറയാൻ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിട്ടും അവനത് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ മരണപ്പെടുകയാണ് ചെയ്തത്. ഈ ഒരു വിഷയം എങ്ങും എത്തില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇതിപ്പോൾ 2-3 പേര് ചർച്ച ചെയ്യും, ഈ വിഷയം ഇവിടെ തീരും. എന്നാൽ ഈ വിഷയങ്ങൾ ഇങ്ങനെ തീർന്നാൽ പോരാ. അതിനെതിരെ ചെയ്തിട്ടുള്ള അല്ലെ ഈ ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുള്ള എല്ലാവന്മാർക്കെതിരെ നടപടികൾ ഉണ്ടാവണമെന്ന് ഞാൻ എടുത്തു പറയാണ്. സ്ത്രീകൾക്ക് മാത്രമല്ല സംരക്ഷണം വേണ്ടത്, സ്ത്രീകളോടൊപ്പം തന്നെ പുരുഷന്മാരും ഇതുപോലെയുള്ള ഒരുപാട്